ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ. ഒരു പുതിയ പെന്തക്കുസ്തായുടെ അനുഭവത്തിനായിട്ട് നമുക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം നവീകരിക്കപ്പെടുന്നു, ശക്തിപ്പെടുന്നു, നമ്മൾ പുതിയ സൃഷ്ടികളായി മാറുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശോയുടെ ജീവിതത്തിലും ഈശോയുടെ വ്യക്തിത്വത്തിലും നിറഞ്ഞു നിന്നിരുന്ന പ്രത്യേകതകളായിരുന്നു. ഈശോയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ, ഈശോയുടെ ജീവിതത്തിലുണ്ടായിരുന്ന നന്മകൾ, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ആദ്യത്തെ 3 ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം. ഇത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. സ്നേഹത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചിരുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനത്തെക്കുറിച്ചാണ്. സമാധാനം മറ്റാർക്കും നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റാനാകാത്ത, കളയാനാകാത്ത സമാധാനം, അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുക. ഈശോയുടെ ജീവിതത്തിൽ ഈ സമാധാനം നിറഞ്ഞു നിന്നിരുന്നു. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ കടന്നു വരുന്ന ഒരനുഭൂതിയാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഫലമായി ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭൂതി, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് സമാധാനം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ യേശുവിൻ്റെ ജീവിതത്തിൽ ഈ സമാധാനം നിറഞ്ഞു നിന്നിരുന്നു. അതോടൊപ്പം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും നമുക്ക് സമാധാനം ആശംസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്ഥിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിലെല്ലാം ശിഷ്യന്മാർക്കാകട്ടെ വിശ്വാസികൾക്കാകട്ടെ ഈശോ അവരോടൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്നാണ്. കാരണം ഈ ലോകത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈശോയ്ക്കറിയാം. ഒരുപക്ഷെ നമ്മൾ ഈ സമാധാനത്തിൻ്റെ വില അറിയുന്നത് ഇന്നത്തെ ഈ ലോകത്തിലേക്കൊന്ന് തിരിഞ്ഞ് സമാധാനമില്ലാത്ത ഇടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊക്കെ അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലോകരാജ്യങ്ങളിലേക്ക് നോക്കിയാൽ എത്രയോ നാളുകളായി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. അതോടൊപ്പം പിന്നീട് പാലസ്തീനും അതോടൊപ്പം തന്നെ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെയെല്ലാം ഈ യുദ്ധങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത എന്താണ്? എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു, എത്രയോ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നു, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, കിടന്നുറങ്ങാൻ സമാധാനമില്ല, രാത്രിയിൽ എപ്പോഴാണ് ബോംബ് വീഴുക, രാത്രിയിൽ എപ്പോഴാണ് വെടിയൊച്ച കേൾക്കുക, രാത്രിയിൽ എപ്പോഴാണ് മിസൈൽ പതിക്കുക, ഒന്നും അറിയാതെ രാത്രിയിലും പകലും ഉറങ്ങാനോ ഒന്ന് സ്വസ്ഥമായിട്ട് ഒരു കാര്യം ചെയ്യാനോ സാധിക്കാത്ത വിധത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയ അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. സ്നേഹമുള്ളവരെ, ലോകത്തിൽ ഇങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെക്കുറിച്ചൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ല അവരുടെ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സമാധാനത്തിന് എത്ര വലിയ വിലയാണുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈശോ തരുന്ന സമാധാനം, പരിശുദ്ധാത്മാവ് തരുന്ന സമാധാനം, ഈ സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഈശോ നൽകുന്ന സമാധാനം, ഈശോ അനുഭവിച്ച സമാധാനം, ഈശോയുടെ സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും, എല്ലാ തകർച്ചകളിലും, എല്ലാ പ്രതിസന്ധികളിലും കൂടെ നിൽക്കുന്ന സമാധാനമാണ്. ഈ സമാധാനത്തെ ഒരു സാഹചര്യത്തിനും ഒരു തകർച്ചയ്ക്കും എടുത്തു മാറ്റുവാൻ സാധിക്കുകയില്ല. ആ സമാധാനം കൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നിറയേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവാണ് ആ സമാധാനം നമുക്ക് തരിക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഞാൻ നിങ്ങൾക്ക്
സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം അത് എൻ്റെ സമാധാനമാണ്, അത് ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ ക്രിസ്തു അനുഭവിച്ച സമാധാനം, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സമാധാനം, അതാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി സമാധാനം ലഭിക്കുന്നത്. ഈ സമാധാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ സമാധാനം നമ്മളിൽ നിറയുവാൻ വേണ്ടി നമ്മൾ വളരെയധികം പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈശോ എടുത്തു പറയുന്നുണ്ട്, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന സമാധാനമെന്ന് ഈശോ എടുത്തു പറയുന്നുണ്ട്. സ്നേഹമുള്ളവർ, ലോകത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യമുള്ളപ്പോൾ സമാധാനമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂടെയുള്ളവരൊക്കെ സ്നേഹിക്കുമ്പോൾ സമാധാനമുണ്ട്. ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോൾ സമാധാനമുണ്ട്. മക്കൾ സ്നേഹിക്കുമ്പോൾ സമാധാനമുണ്ട്. നല്ല സമ്പത്ത് കൂടെയുള്ളപ്പോൾ സമാധാനമുണ്ട്. നല്ല ആരോഗ്യമുള്ളപ്പോൾ സമാധാനമുണ്ട്. അയൽക്കാരും നാട്ടുകാരും ജോലിസ്ഥലത്തുള്ളവരൊക്കെ സ്നേഹിക്കുമ്പോൾ സമാധാനമുണ്ട്. നല്ല കാലാവസ്ഥയുള്ളപ്പോൾ സമാധാനമുണ്ട്. എന്നാൽ ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് ലോകം നൽകുന്ന സമാധാനം. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ നൽകുന്ന സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിലേതെങ്കിലും ഒന്ന്, ലോകത്തിൽ നമുക്ക് സമാധാനത്തിന് കാരണമായി നിലകൊള്ളുന്ന ഏതെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും ദൈവം തരുന്ന സമാധാനമുള്ള വ്യക്തിയിൽ നിന്ന്, പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനമുള്ള വ്യക്തിയിൽ നിന്ന് ആ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. സ്നേഹമുള്ളവർ, സമാധാനം ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളതാണ്. നമ്മൾ ഈ സമാധാനമില്ലാത്ത വ്യക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ചില വ്യക്തികളൊക്കെ കാണും വലിയ കടബാധ്യതകളിലും പ്രശ്നങ്ങളിലൊക്കെയാണ്, പ്രതിസന്ധികളിലൊക്കെയാണ്. അപ്പോൾ ചിലപ്പോൾ അവർ പറയും, അച്ഛാ കടബാധ്യതയും അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ട്, എങ്കിലും പലപ്പോഴും മദ്യപിക്കാറുണ്ട്, കാരണം ഒരു സമാധാനമില്ല അച്ഛാ. കുറച്ച് മദ്യപിച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒരു സമാധാനം കിട്ടും. അത് താൽക്കാലികമായൊരു സമാധാനം, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് മറന്നു പോകുന്നൊരു അനുഭവം. ദുശീലങ്ങളിലേക്ക്, മയക്കുമരുന്നിലേക്ക്, അതുപോലെയുള്ള കാര്യങ്ങളിൽ, തെറ്റായ ബന്ധങ്ങളിലേക്ക്, ജഡിക പാപങ്ങളിലേക്കൊക്കെ സമാധാനം തേടിപ്പോകുന്ന മനുഷ്യരുണ്ട്. പക്ഷെ അതൊന്നും നിലനിൽക്കുന്ന സമാധാനമല്ല, താൽക്കാലികമായ സമാധാനമാണ് നൽകുന്നത്. എന്നാൽ ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സമാധാനം അത് ദൈവം തരുന്ന സമാധാനമാണ്, അത് നിലനിൽക്കുന്ന സമാധാനമാണ്. അതിന് എടുത്തു മാറ്റാൻ ഈ ലോകത്തിലെ ഒന്നിനും സാധിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈശോയുടെ ജീവിതത്തിൽ എന്തുമാത്രം സഹനങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി, തകർച്ചകളുണ്ടായി, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെട്ടു പോയില്ല. ശിഷ്യന്മാരനുഭവിച്ച കഷ്ടതകൾ എത്ര വലുതാണ്! പത്രോസ് ലീഹായും പൗലോസ് ലീഹായും മറ്റ് ശിഷ്യന്മാരൊക്കെ അനുഭവിച്ച ക്ലേശങ്ങളും സഹനങ്ങളും എത്ര വലുതായിരുന്നു! പക്ഷെ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനമുണ്ടായിരുന്നു, ദൈവം നൽകുന്ന സമാധാനമുണ്ടായിരുന്നു. ആദിമ ക്രൈസ്തവർ അനുഭവിച്ച പീഡനങ്ങൾ എത്ര വലുതായിരുന്നു! പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിച്ചിരുന്നു. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവരെ പീഡിപ്പിച്ചവരൊക്കെ അതിശയിച്ചു പോയത്, എങ്ങനെയാണ് ഇവർക്കത് സാധിക്കുന്നതെന്ന്. വിശുദ്ധരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ കഠിനമായ മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ ഉള്ളിൽ സമാധാനമുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവർ, അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവം നൽകുന്ന സമാധാനം ആരുടെ ഉള്ളിലാണുള്ളത് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 4:3 സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുവിൻ. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 2:14 അവൻ നമ്മുടെ സമാധാനമാണ്. ലൂക്കായുടെ സുവിശേഷം 2:14 അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യോഹന്നാന്റെ സുവിശേഷം 16:33 നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് പറഞ്ഞത്. ഫിലിപ്പിയർ 4:7 അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. സ്നേഹമുള്ളവരെ, ഈ സമാധാനം നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
മീട്ടിപ്പാടിടാം മമനാഥന് സ്തുതി പാടിടാം മനവീണകൾ മീട്ടിപ്പാടിടാം ഈശോ അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ നാഥ വരേണമേ എന്നിൽ നിറയണമേ നാഥ വരേണമേ എന്നിൽ നിറയണമേ നാഥ വരേണമേ എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജീവിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തിരുവോസ്തിയായി കടന്നു വന്നിരിക്കുന്ന സമയമാണ്. മനുഷ്യമക്കളോടൊപ്പം ആയിരിക്കുവാനുള്ള ആഗ്രഹത്താൽ ഈ ദിവ്യകാരുണ്യമായി ഓസ്തിരൂപനായി തിരുവോസ്തിരൂപനായി നല്ല ദൈവം നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വന്നിരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത്, ഈശോയുടെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോ കടന്നു വരുമ്പോൾ എല്ലാ അന്ധകാരവും ഇരുട്ടും മാറുന്നു. ലോകത്തിൻ്റെ പ്രകാശമായി ഈശോ കടന്നു വരുന്ന ജീവിതങ്ങളിലെ ഇരുട്ട് മാറുന്നു. ലോകത്തിൻ്റെ പ്രകാശമായി ഈശോ കടന്നു വരുന്ന കുടുംബങ്ങളിലെ ഇരുട്ട് മാറുന്നു. ആ വെളിച്ചമായ ഈശോയെ എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈശോയിൽ നിറഞ്ഞു നിന്നിരുന്ന അനുഗ്രഹങ്ങൾ, കൃപകൾ ഈശോയുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നത്, പ്രതിഫലിച്ചിരുന്നത്, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നേഹത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനത്തെക്കുറിച്ചാണ്. സ്നേഹമുള്ളവരെ, ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ള ദേശങ്ങളിലേക്ക് നോക്കുമ്പോൾ യുദ്ധങ്ങളും പ്രതിസന്ധികളും അക്രമങ്ങളും അനീതിയും മൂലം സമാധാനം ലോകത്തിൽ നിന്നും ജീവിതങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയുക, പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം കൊണ്ട് നിറയുക വലിയ ആശ്വാസമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനം, ദൈവത്തോടുള്ള ബന്ധത്തിലൂടെയാണ് ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത്. സ്നേഹമുള്ളവരെ, ഈശോയുടെ ജീവിതത്തിൽ ഈ സമാധാനം നിറഞ്ഞു നിന്നിരുന്നു. പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഈ സമാധാനം ഈശോയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ബാഹ്യമായ എന്തെങ്കിലും ഘടകങ്ങൾ ഉപയോഗിച്ചല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യമോ ഏതെങ്കിലും ഒരു നേട്ടമോ അല്ല ഈ സമാധാനം കൊണ്ടുവരുന്നത്. ഇത് ദൈവത്തോടുള്ള ബന്ധം മൂലമാണ്. പൗലോസ് എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവൻ നമ്മുടെ സമാധാനമാണ്, ക്രിസ്തു നമ്മുടെ സമാധാനമാണ്.
എല്ലാ ഭിന്നതകളെയും തകർത്ത് ക്രിസ്തു മനുഷ്യമക്കൾക്ക് ദൈവവുമായിട്ട് സമാധാനം സ്ഥാപിച്ചു. ചുറ്റുപാടുള്ള മനുഷ്യരുമായിട്ട് സമാധാനം സ്ഥാപിച്ചു. ആ യേശുവിൻ്റെ സമാധാനം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ നിറയേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:27 ഈശോ പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, അത് ലോകം നൽകുന്നത് പോലെയല്ല. അതെ, ലോകം നൽകുന്നത് പോലെയല്ലാത്ത സമാധാനം, ഈശോയുടെ സമാധാനം നമ്മളിൽ നിറയുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായി സമാധാനം നിറയാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോടുള്ള ഗാനം ആലപിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, സ്നേഹവും ആനന്ദവും ഉള്ളിടത്ത് കടന്നു വരുന്ന അനുഭൂതിയായ ഈ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, ശൂന്യത നിറയുമി താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, ശൂന്യത നിറയുമി താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളിലേക്കും, സമാധാനം നഷ്ടപ്പെട്ടു പോയ എല്ലാ കുടുംബങ്ങളിലേക്കും, ദാമ്പത്യങ്ങളിലേക്കും, ഈശോയെ എല്ലാ ദേശങ്ങളിലേക്കും, കർത്താവെ ലോകരാജ്യങ്ങളിലേക്കും കടന്നു വരണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ശൂന്യത നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും സമാധാനവും വന്ന് നിറയട്ടെ, വലിയ ആനന്ദം നിറയട്ടെ. പരിശുദ്ധാത്മാവെ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ എല്ലാവരും ചേർന്ന് പാവനാത്മാവേ, ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എൻ്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ എല്ലാവരും ചേർന്ന് പാവനാത്മാവേ,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയാൻ എല്ലാ ജീവിതങ്ങളിലും വന്ന് നിറയാൻ, എല്ലാ കുടുംബങ്ങളിലും നിറയാൻ. യേശുവേ ആരാധന, മഹത്വം മഹത്വം. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടെ, എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.